പോലീസും കള്ളനും ചില പ്രേമരംഗങ്ങൾ രഹസ്യ കേന്ദ്രത്തിൽ കൂടിക്കാഴ്ച. എങ്ങനെയുണ്ട്? നെഗറ്റീവ് ഇന്നലെ രാത്രി എന്റെ കയ്യിൽ കിട്ടി. ഞാനത് അപ്പൊ തന്നെ പ്രസ്സിൽ എത്തിച്ചത് കൊണ്ടാ ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോ വന്നത്. കലക്കിയല്ലേ? കലക്കിയടി, നീ എല്ലാം കലക്കി. ഈശ്വര, ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ തൊപ്പി. നീ ഒരു കാര്യം ചെയ്യ്, ആ കുളിമുറി ഇങ്ങ് എടുത്തോണ്ടാ, ഞാൻ ഒന്ന് കുളിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, ആ ഷേവിംഗ് സെറ്റിംഗ് എടുത്തോണ്ടാ, ഞാൻ ഒന്ന് പല്ല് വെക്കട്ടെ. എന്തെങ്കിലും എടുത്തോണ്ട് വാടി, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ. ഓ, വായി നോക്കി നിൽക്കുക, ഇവിടെ കൊണ്ട് ഞാൻ തോറ്റി. എന്റെ ഈശ്വര, എന്തിനാ ബാലേട്ട ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ഇപ്പൊ കുഴപ്പത്തിലായിരിക്കുന്നത് മിസ് നിത്യ IPS ആണ്. ബാലേട്ടന്റെ തൊപ്പി തെറിപ്പിക്കുന്നു പറഞ്ഞല്ലേ? ഇനി കാണാം ആരുടെ തൊപ്പിയെ തെറിക്കുന്നെന്ന്. എന്റെ പരമ്പര ഒന്ന് വന്നോട്ടെ. വന്നോട്ടെടി, വന്നോട്ടെ. ഞാനൊന്ന് പോയച്ച് വന്നോട്ടെ. നിന്റെ പരമ്പര ഇന്ന് ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. പേടിപ്പിക്കല്ലേ? ചിലപ്പോ ഇതേ കള്ളനും താങ്കളുമായി നിൽക്കുന്ന ഒരു ഫോട്ടോയും പത്രത്തിൽ വന്നേക്കാം. സമയം കൊണ്ടിങ്ങ് വരും. ആശം വിശദീകരണം ഒന്നും വേണ്ട. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ അവന് കുറെ കൂടെ എളുപ്പമായി. തെളിവുണ്ടാക്കാൻ വേണ്ടി അവൻ നടത്തിയ മോഷണങ്ങളൊക്കെ നിത്യയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഇനി അവൻ പറഞ്ഞാൽ നിത്യക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. ആ തുടങ്ങി. ഇനിയിപ്പോ ഇതിനൊക്കെ സമാധാനം പറഞ്ഞത് ഞാനും. ഓ, അല്പം ക്രൂരമായി പോയി, അറിയാൻ സാർ. പക്ഷെ ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ സാർ എന്നെ പിടിച്ചകത്തിടും. അതുകൊണ്ടാ. നമ്മൾ തമ്മിൽ വലിയ പരിചയമാണെന്ന് ഇന്നത്തെ പ്രഭാതം തെളിയിച്ചു കഴിഞ്ഞു. പത്രം കണ്ടില്ലേ? സാറ് പറഞ്ഞിട്ടാണ് ആ തെളിവുകളൊക്കെ ഞാൻ ശേഖരിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ കോടതി അത് വിശ്വസിക്കും. ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അതിനേക്കാൾ വലിയ കുറ്റവാളിയായിട്ട് സാറിനെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ച കുറ്റം, IPC A193. അങ്ങനൊരു വകുപ്പ് സാറിന് അറിയാലോ. 7.5 കൊല്ലത്തെ കഠിന തടവാണ് ശിക്ഷ. സാറിനത് വാങ്ങിത്തരാൻ എനിക്കൊരു വക്കീലിന്റെ സഹായം പോലെ ആവശ്യമില്ല, അറിയാലോ. നീ ജയിച്ചു എന്ന് കരുതണ്ട. നിന്നെ ഞാൻ വിടില്ല, ഒരു കാര്യത്തും വിടില്ല. എനിക്ക് ജയിച്ചേ പറ്റൂ. ഒരിക്കൽ തോറ്റുപോയാ എന്റെ നാശം അവിടെ തുടങ്ങും. ജയിക്കാനായിട്ട് ഞാൻ എന്തും ചെയ്യും, എന്തും പറയും. അതൊന്നും താങ്ങാനുള്ള കരുത്ത് സാറിനുണ്ടാവില്ല. അതുമല്ല, സാറിനെ പോലത്തെ ഒരു നല്ല ഉദ്യോഗസ്ഥയോട് യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പറയാ, എന്റെ പുറകെ നടന്ന് വെറുതെ സമയം പാഴാക്കരുത്. എന്നെ കൂട്ടിലടക്കാനുള്ള നിയമമൊന്നും നിത്യ IPS പഠിച്ചിട്ടില്ല. പിന്നെ ആ കല്യാണത്തിന് എനിക്ക് ഇപ്പോഴും സമ്മതം കേട്ടോ. ഹലോ, അതെ സർ. അവൻ എത്ര കത്തുകൾ അയച്ചു പറഞ്ഞത്? 10 തന്നെ അയച്ചിരുന്നു. എല്ലാ കത്തുകളും തുറന്നു നോക്കിയോ? ഇല്ല. ബാക്കിയുള്ളതും കൂടെ തുറന്നു നോക്ക്. ശരി സർ. മോളെ നോക്കിയേ. സാറിന് ഈ കാര്യം നേരിട്ട് പറഞ്ഞാ പോരായിരുന്നോ? അതെ, മതിയായിരുന്നു. ഞാൻ പലവട്ടം ശ്രമിച്ചതാ, പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. പിന്നെ പത്രത്തിലെ പരസ്യം കണ്ടപ്പോ കത്തയക്കണമെന്ന് തോന്നി. പക്ഷെ അവൻ 10 രൂപ അയക്കുമെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടല്ലേ ഇത് ശ്രദ്ധിക്കാതെ പോയത്. അല്ല, എന്തെങ്കിലും ഒരു താല്പര്യക്കുറവുണ്ടെങ്കിൽ അതങ്ങ് കീറിക്കളഞ്ഞേക്കണം, അത്രേ ഉള്ളൂ. എന്തിനാ കീറിക്കളയുന്നേ? ഇത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ ആ ചതിക്കുഴി പോയി വീഴുമായിരുന്നു. അവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ ഇങ്ങനെ മൂഡ് ഓഫ് ആവണ്ട. നമുക്ക് അവനെ പൊക്കാം. ഈ നാട് മുഴുവൻ വല വീശിയിട്ടുണ്ട്, അവൻ കുടുങ്ങാതിരിക്കില്ല. ഇതല്ലേ അവന്റെ താവളം? ജീപ്പ് അങ്ങോട്ട് മാറ്റിയിട്ടു. ഞങ്ങൾ വരണോ സാറേ? വേണ്ട, ഇത് തൃപ്പേശക സ്ഥലമാണ്. പോലീസാണെന്ന് അറിയിക്കാതെ വേണം അകത്തേക്ക് ചെല്ലാൻ. അതല്ലേ ഞാൻ മഫ്റ്റിയില്. സോറി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്പം ബുദ്ധി പ്രയോഗിക്കുന്നതാണ് ബുദ്ധി. ആരും അറിയാതെ അവനെ അറസ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം. ജീപ്പ് നല്ല ദൂരത്തേക്ക് മാറ്റിട്ടോ. ശരി സാർ. ഇവിടെയല്ലേ ഹരീന്ദ്രൻ താമസിക്കുന്നത്? നീ എന്താണോ വിചാരിച്ചത്? എന്താ
എന്താടി കൊച്ചമ്മണി? ഇയാൾക്ക് ഇതിനകത്ത് ആളുണ്ടോന്ന് അറിയണമെന്ന്. ആ നീ പോ. എന്താ സാറേ തോക്കൊക്കെ ആയിട്ട് വെടിവെക്കാൻ ഇറങ്ങിയതാ? അല്ല അതിനെ കൊച്ചുണ്ണി വേണ്ട, പരിചയം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന ഈ പരിചയം ഒന്നും ഞങ്ങളോട് കാണിക്കാറില്ലല്ലോ. അല്ല, അത് ഛീ, പട്ടി മാറി നിക്കടാ എന്നല്ലേ സാറ് പറയാറുള്ളത്? അല്ല സാർ എന്തിനാ മാറിയുന്നത്? അത് പിന്നെ സൂര്യപ്രകാശം കണ്ണിലടിച്ചിട്ട് സൺലൈറ്റ്. ഓഹോ, എല്ലാരും ഉണ്ടല്ലോ. ഹൗ ആർ യു? ഹരീന്ദ്രൻ എവിടെ? ഹരീന്ദ്രന്റെ പേരും പറഞ്ഞ ആരും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഈ കോളനിക്കകത്ത് വന്ന് എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാ അടിച്ച് പൊളിക്കണ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഹരീന്ദ്രനെ ഒന്ന് കാണാൻ വന്നതാ. അവനെ അറസ്റ്റ് ചെയ്യാൻ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഉത്തരവുണ്ട്. നമ്മുടെ ഹരീന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാടാ. അതെ. എങ്കിൽ പിന്നെ തല്ലണ്ട. താങ്ക് യു. തല്ലിക്കൊല്ലടാ ഇവനെ. ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ല, അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് തരാൻ വന്നാ. ജസ്റ്റ് മുന്നറിയിപ്പ് തന്നല്ലോ. അതെ. എന്നാ ചേട്ടനെ തൂക്കിയെടുക്ക. വേണ്ട. വേണ്ട, ഒന്നും ചെയ്യണ്ട. അതെ. ഇത്രയും നാളും ഞാൻ ഉണ്ടാക്കി തന്ന തെളിവുകളും വെച്ച് പത്രത്തിലും ടിവിയിലൊക്കെ ഷൈൻ ചെയ്തിട്ട് ഇപ്പൊ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് വന്നാലുണ്ടല്ലോ തൊപ്പിയാൻ തെറിപ്പിക്കും. അറിയാലോ ഞാൻ ആരാണെന്ന്. അവളില്ലേ IPS കാരി, അവളോട് നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി കൊടു. തന്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന് തന്നോടൊരു കള്ളൻ പറഞ്ഞോ? അത് കേട്ട് താൻ ഇങ്ങോട്ട് പോന്നോ? എന്റെ മാത്രമല്ല, സാറിന്റെ തൊപ്പിയും തെറിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ യൂണിഫോം ഇട്ടോണ്ട് പറയാൻ പാടില്ലാത്ത എങ്കിലും പറയാ. അവനെ കൊണ്ട് അതിന് സാധിക്കും സാർ. പറഞ്ഞതൊക്കെ ചെയ്ത് കാണിച്ചിട്ടുള്ളവനാ അവൻ. ആണോ? ആണ് സാർ. എങ്കിൽ എനിക്കതൊന്ന് കാണുമല്ലോ. കാണാം സാർ. തനിക്ക് ഞാൻ 2 ദിവസത്തെ സമയം തരാം. തന്നോളൂ സാർ. അതിനുള്ളിൽ അവനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ. തന്റെ തൊപ്പി തെറിപ്പിക്കാൻ പോകുന്നത് ഞാനാ. താങ്ക് യു സാർ. അപ്പൊ തൊപ്പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ എന്ത് ചെയ്തെന്നാ? നിന്റെ ആ മുടിഞ്ഞ റിപ്പോർട്ടാ എല്ലാത്തിനും കാരണം. ഞാൻ സത്യമല്ല എഴുതിയത്. ആ സത്യം നീ എങ്ങനെയാടി അറിഞ്ഞത്? എന്റെ പുറകെ ഞാൻ പോകുന്നിടത്തൊക്കെ ഒരു CID പോലെ പാത്തും പതുങ്ങി നീ വന്നു. ഞാനൊരു ഭാര്യയാണ്. ഭർത്താവ് എവിടെയാ പോകുന്നത്, ആരെയാ കാണുന്നതെന്നൊക്കെ അറിയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഭാര്യയ്ക്കുണ്ട്. ഭർത്താവ് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഒളിഞ്ഞും മറിഞ്ഞും കണ്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഉണ്ടാക്കുന്നതല്ല ഭാര്യയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം. ഞാനൊരു ജേർണലിസ്റ്റ് അല്ലേ? ഏത് ഇരുട്ടത്ത് നടക്കുന്നത് കാണാനും എത്ര അകലെ പറയുന്നത് കേൾക്കാനുമുള്ള കഴിവ് ഒരു ജേർണലിസ്റ്റിന് ഉണ്ടാവണമെന്ന് ബാലേട്ടൻ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്? അതെ, പക്ഷെ അത് പഠിപ്പിച്ചു തന്ന ആൾക്കിട്ട് തന്നെ പണിയരുതായിരുന്നു. നിത്യ IPSനെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാലോ. അവൻ ആരാണെന്ന് നിനക്കറിയാം. ഇപ്പൊ അവര് തമ്മിൽ നേരിട്ടൊരു ഫൈറ്റിന് ഇറങ്ങിയിരിക്കാം. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയില്ല എന്റെ പൊന്നു. അയ്യോ. എന്റെ ഈശ്വര, ഞാൻ എന്താ ഈ കാണണേ? ഇതൊക്കെ എവിടുന്നാ? സ്ത്രീപീഡന കേസിലെ 57-ാം പ്രതി ഒരു സ്വർണ്ണക്കടക്കാരനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവിടെ ഞാനിന്നൊരു അന്വേഷണത്തിനായിട്ട് കയറി. 200 പവനുണ്ട് ഇത്. നിങ്ങളൊരു മണ്ടനാ. ഇത്രയും വലിയൊരു പ്രതിയെ കൈ കിട്ടിയിട്ട് 200 പവന്റെ അന്വേഷണം നടത്തി വന്നിരിക്കുന്നു. ഒരു 500 പവന്റെ അന്വേഷണങ്ങൾ നടത്തണ്ടേ?
എന്നെ മനസ്സിലായില്ലായിരിക്കും. ഇല്ല. ഇപ്പൊ ഒരു ബെല്ലടിച്ച ശബ്ദം കേട്ടില്ലേ? ഉവ്വ്. ആ ബെല്ലടിച്ചത് ഞാനാ. ആ. സ്വർണ്ണക്കട മുതലാളി ഞാനാ. 200 പവൻ കൊടുത്തയച്ചില്ലേ ഞാനാ. ആ സ്ത്രീ പീഡന കേസിലെ 57ാമത്തെ പ്രതി ഞാനാ. ദേ, സ്വർണ്ണ കണ്ണടിയുണ്ട്, സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യയുണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഞാൻ ആ പീഡനത്തിൽ പെട്ടുപോയി. ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്റെ തല ഒന്ന് ഊരി തരണം. 200 പവൻ പോരെങ്കിൽ ഒരു 200 പവൻ കൂടി തരാം. ഇന്ന് തന്നെ തരാം. ദേ, എന്നെ രക്ഷിക്കണേ. അതിന് കാലൊന്നും പിടിക്കണ്ട. കാലൊന്നും പിടിക്കാനല്ല പെങ്ങളെ, ഞാൻ പാദസരം ഉണ്ടോന്ന് നോക്കിയതാ. ഇല്ലെങ്കിൽ കടയിൽ നിന്ന് കൊടുത്തയക്കാം. അപ്പൊ കടയിൽ വരുമ്പോ ഒരു 4 മണിക്കും 5 മണിക്കും ഇടയില് കടയിൽ വന്നാ മതി. അപ്പൊ ഞാൻ കടയിലുണ്ടാവും. എന്നെ രക്ഷിക്കണം. അല്പം മനസാക്ഷി ഉള്ളതുകൊണ്ട് ചോദിക്കുക. വൈകിട്ട് 4 മണിക്കോ 5 മണിക്കോ ഇടയില് കടയില് ഞങ്ങൾ വന്നാ സ്വർണം കിട്ടോ? കിട്ടും. ഉം. അപ്പൊ ശരി. ഉം. ആ പിന്നെ ഇവിടെ ഇപ്പൊ 200 ഉണ്ട്. ഇനി ഒരു 200 കൂടി വരുന്നുണ്ട്. ഉം. അതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഈ ബിൽഡിങ്ങിനെ വല്ല കള്ളന്മാരും കയറിയാലോ? CA ജഗന്നാഥിന്റെ വീട്ടില് കള്ളന്മാര് കയറേ. അപ്പൊ ഇതുവരെ ഈ വീട്ടിലെ കള്ളന്മാർ കയറിയിട്ടേ ഇല്ല. ഈ വീട്ടിൽ നിന്ന് ഒരു മൊട്ടു സൂചി പോലും കൊണ്ടുപോവാൻ ഒരുത്തിന് ധൈര്യം വരില്ല. അപ്പൊ ഇന്ന് വരെ ഒന്നും പോയിട്ടില്ല. ഇല്ലെന്നേ. താങ്ക് യു. ഹലോ. ഹലോ സർ. ആ മനസ്സിലായില്ലേ? ഡാർലിംഗ്, ഇത് ഞാനാ, സൂപ്പർമാൻ. എന്നെ അറസ്റ്റ് ചെയ്യാൻ സാറിന് വലിയ ആഗ്രഹമല്ലേ? ദാ, ഇന്നൊരു അവസരം തരാം. ഇന്ന് വൈകിട്ട് 4-നും 5-നും ഇടയ്ക്ക് സാറിന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്ത് നിന്നും ഞാനൊരു മോഷണം നടത്താൻ പോവാ. കഴിയുമെങ്കിൽ പിടിക്കുക. ഇതൊരു സുവർണാവസരമാണ്, പാഴാക്കരുത്. ഇപ്പൊ തന്നെ എല്ലാ സ്റ്റേഷനിലേക്കും വിളിച്ചു പറഞ്ഞ കേട്ടോ. തകർത്തു, എന്റെ അഭിനയം തകർത്തു. സ്ത്രീ പീഡന കേസിലെ പ്രതിയായി ഞാൻ ജീവിക്കായിരുന്നില്ലേ? കണ്ടു. കണ്ടോ? എന്താ ടിവിയിലെങ്ങും കാണിച്ചോ? ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഉം. താൻ പറഞ്ഞത് വിശ്വസിച്ച ആ സ്ത്രീയും ഭർത്താവും കൂടി ഉം. 4-നും 5-നും ഇടയില് കടയിൽ പോയി. ആ സമയത്ത് ഞാൻ അവിടെ ഒന്നുകൂടി കയറി. എന്തിന്? അവര് തിരിച്ചു വരുമ്പോ അവരുടെ വീട്ടിൽ കള്ളം കയറി എന്നറിയിക്കാൻ. അതായത് മോഷണം നടന്നിട്ട് 3 ദിവസമായില്ലേ? ആയി. പക്ഷെ അവരറിയുന്നത് ഇന്ന് വൈകിട്ട് 4-നും 5-നും ഇടയിൽ മോഷണം നടന്നു. എനിക്കൊരു പിടിയും കിട്ടണില്ലല്ലോ. അതൊക്കെ താനേ കിട്ടിക്കോളും. താൻ പോയി കോളനി ആളുകളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വരണം. പിടി കൊടുക്കാൻ പോവാ? അതെ. ഏ? എന്നെ അറസ്റ്റ് ചെയ്യാതെ IPS കാരിക്ക് ഉറക്കാൻ വരണില്ല അത്രേ. ഒന്ന് പിടികൊടുത്ത് കളയാം. ഒന്നുമില്ലെങ്കിലും അവളെ കല്യാണം ആലോചിച്ച ചെറുക്കനല്ലേ ഞാൻ. അയ്യോ! എന്റെ അമ്മോ! നിനക്ക് ഡെപ്യൂട്ടി കമ്മീഷണറെ തന്നെ കല്യാണം കഴിക്കണം അല്ലടാ? കഴിച്ചോളാം. കഴിച്ചോളാന്നോ? അറിയോ? സാറേ, കല്യാണത്തിന് എനിക്ക് സമ്മതം ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇവരെ കൂടെ തല്ലി സമ്മതിപ്പിക്കുന്നത്? ഒന്ന് പതുക്കെ, പതുക്കെ. ഇങ്ങനെ തല്ലിയ കല്യാണത്തിന് അന്ന് ദേഹം മുഴുവൻ നീരായിരിക്കും. അവനെങ്ങി കൊണ്ടുവാ. പനില്ലേ? പിടിയിടോ. ഇത് കല്യാണ പെണ്ണ് കാണുന്ന ഫോട്ടോ അല്ലേ? എന്റെ വേറെ കോപ്പി ഉണ്ട്. ഇതവിടെ ഒട്ടിക്ക്. ഓ, ഇവരെ സൂക്ഷിക്കുക, എന്നെയും സൂക്ഷിക്കുക. ഒട്ടിക്കാനായിരുന്നെങ്കിൽ വേറൊരു ഉഗ്രം ഫോട്ടോ ഉണ്ടായിരുന്നു, കണ്ണട വെച്ചെടുത്തത്. ഇവരെല്ലാരും സാറിന് കല്യാണം ആലോചിച്ച് വന്നവരാ. എന്റെ മൂക്കം ഇന്ന് സല്യൂട്ട് കേട്ടോ. സാർ, ഇതെന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ ആഭരണങ്ങളാ. വൈകിട്ട് 4-നും 5-നും ഇടയ്ക്ക് അല്ലേ? അതെ സാർ. ആഹാ, എല്ലാം നല്ല ഉഗ്രം ഫാഷനാ. അടി തുടങ്ങാൻ പോവില്ലേ? ജസ്റ്റ് 1 മിനിറ്റ്. സാറേ, സ്വർണ്ണം ഇവിടെ വെച്ചിട്ടുണ്ടേ, ഒരു കണ്ണ് വേണേ. റെഡി, സ്റ്റാർട്ട്. അയ്യേ, ഇങ്ങനെയാണ് അടിക്കുന്നത്. ബൾക്ക് മനസ്സിൽ, ബൾക്ക് മനസ്സിൽ. ഇവനകത്തേക്കിട്, ഞാൻ അടിച്ചോളാം സാർ. കൊണ്ടുപോകണോ? കേരള സാർ, ജസ്റ്റ് 1 മിനിറ്റ്. ഇപ്പൊ വരാം, ഇതൊന്ന് കഴിഞ്ഞു. എന്താ, അവനെ കൊന്നോ? എന്താടാ നിനക്കൊക്കെ എന്താ വേണ്ടേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹരിയെ വേണം. അവനെ വിട്ടുകിട്ടിയാലേ ഞങ്ങൾ പോകൂ. അവൻ അങ്ങനെ വിടാൻ പറ്റില്ല.
അവനൊരു മോഷണ കേസിലെ പ്രതിയാ. ഒന്നല്ല, ഒരുപാട് കേസുകളിൽ നിങ്ങൾ പോലീസുകാർ അവനെ പ്രതിയാക്കിയതാ. എന്നിട്ട് മതിയായില്ലല്ലേ? എന്താ വേണ്ട നിനക്കൊക്കെ? വേണ്ട. കൊച്ചിനെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എവരെ വിളിച്ചോണ്ട് പോയെ? വിളിച്ചാലൊന്നും ഞങ്ങൾ പോവില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹരിയെ വിട്ടിട്ടണം. അയാളെ ഞങ്ങളെപ്പോലുള്ള നൂറുകണക്കിന് ആളുകളുടെ ദൈവമാ. ഹരീന്ദ്രന്റെ മേലുള്ള ഈ സ്ത്രീയുടെ സ്ത്രീപീഡനം, IPS കാരുടെ ഈ സ്ത്രീപീഡനം, ഹരീന്ദ്രന്റെ മേലുള്ള ഈ സ്ത്രീയുടെ സ്ത്രീപീഡനം, IPS കാരുടെ സ്ത്രീപീഡനം. ഇവരെല്ലാരും കൂടി എന്നെ ഇതിനകത്തിട്ട് തല്ലിക്കൊല്ലുക. എല്ലാവരും കൂടി മനഃപൂർവ്വം. ഞങ്ങളുടെ ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, പിന്നെ നിങ്ങളാരും ജീവനോടെ ഈ സ്റ്റേഷന് പുറത്തു പോവില്ല. പോണെങ്കിൽ ഞങ്ങൾ എല്ലാത്തിനും കൊല്ലേണ്ടി വരും. നിങ്ങൾ എന്തായി കാണിച്ചത്? എത്രയും പെട്ടെന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അയാളെ ഐസിയുലേക്ക് മാറ്റണം. കൊണ്ടുവരൂ. അയ്യോ കോടതിയിൽ വെച്ച് കാണാട്ടോ. മറ്റേ കാര്യം മറക്കണ്ടോ? കല്യാണം.